കർത്താവിന് മഹത്വം. ഈ ഡിസംബർ 25-ാം തീയതി ക്രിസ്മസായി ലോകം മുഴുവനും ആഘോഷിക്കുമ്പോൾ ക്രിസ്തുമസിനെ കുറിച്ച് ചില കാര്യങ്ങൾ പൊതുലോകത്തിന് അറിയാതിരിക്കുമ്പോൾ മറ്റുള്ള പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കുവാനായിട്ട് ഈ സമയം വേർതിരിച്ച് ദിവസങ്ങളിൽ ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നു. കർത്താവിദാസൻ കെ വർഗീസ് അല്ലെങ്കിൽ മോനിച്ചൻ പാസ്റ്ററോട് അതിനെപ്പറ്റി ചില കാര്യങ്ങൾ ചോദിപ്പാനായിട്ടാണ് ഇന്ന് ഈ സമയം ഒരുമിച്ചായിരിക്കുന്നത്. തുടർന്നുള്ള സമയം നാം ദൈവവചനത്തിന് വായിച്ചിട്ട് അതിൽ നിന്ന് ചില ചോദ്യങ്ങൾ ചോദിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യം ആരംഭമായിട്ട് വായിക്കുന്നു. അക്കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് ഓഗസ്റ്റോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറേനോസ് സിറിയ നാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണം. അവർ അവിടെ ഇരിക്കുമ്പോൾ പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അതിനായ മകനെ പ്രസവിച്ചു. ചീറകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റുമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുശേഷീകരിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ചീറുകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അടുത്ത 2 വാക്യം വായിച്ചു. ദൂതന്മാർ അവനെ വിട്ടു സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് എന്ന് മറിയയും ജോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവരെല്ലാം ഇടയന്മാർ പറയുന്നതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നു. ക്വസ്റ്റ്യൻ, നാം ക്രിസ്ത്യാനികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തീയ മതത്തിലുള്ളവർക്കും വെളിയിലുള്ളവർക്കും പലർക്കും പല ചോദ്യങ്ങൾ ക്രിസ്തുമസിനെ പറ്റി ഉണ്ട്. ക്രിസ്തുവിന്റെ ജനനം ഡിസംബർ മാസത്തിലാണ്. ഡിസംബർ 25-നാണല്ലോ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. അത് ഈ തണുപ്പ് കാലത്ത് തന്നെ ആയിരുന്നോ യേശുവിന്റെ ജനനം? അതിനെപ്പറ്റി കർത്താവിദാസന്റെ അഭിപ്രായം എന്താണ്? നമുക്ക് ഇപ്പൊ ചോദിച്ച ആ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വരെയും ഞാനിത് ആചരിച്ചിരുന്നു, ആഘോഷിച്ചിരുന്നു. ക്രിസ്മസ് ട്രീയും വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കള്ളു കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് മദ്യപാനം എന്ന് പറയുന്നതും ആഘോഷിക്കുക എന്ന് പറഞ്ഞതും വലിയ ആഘോഷമായിട്ട് ആഘോഷിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇത് ക്രിസ്മസിനാണോ അല്ലയോ, അല്ലെന്നുണ്ടെങ്കിൽ ഡിസംബറിലാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാനായിട്ട് അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. ഓക്കെ. ഇപ്പം ഈ ഡിസംബർ മാസത്തില് സാധാരണഗതിയിലെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കേരളത്തിലൊക്കെ നല്ല തണുപ്പായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിന് താങ്കൾ യാത്ര ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഗൾഫിലുണ്ടായിരുന്നു. ഒക്ടോബർ മാസം മുതൽ അവിടെ ഭയങ്കര തണുപ്പാണ്. അതെ. ഓക്കെ. ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് എല്ലാം അവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പം തണുപ്പത്ത് മനുഷ്യർക്ക് പുറത്ത് കിടക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. കിടക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അക്കാലത്ത് അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തുകൊണ്ട് വെളിയിൽ പാർത്തിരുന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ അത് ഈ ഡിസംബർ മാസത്തിൽ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആഘോഷിക്കുന്നു എന്ന് പറയുന്നത്
അതിനകത്ത് തെറ്റില്ല. നമുക്കെല്ലാം എന്നാണ് ജനനം എന്നാണ് ഈ ഞാൻ കേട്ടേക്കുന്നത്, പെന്തക്കോസ്ത് വന്നതിന് ശേഷം കേട്ടേക്കുന്നത്, ബർത്ത്ഡേ ആഘോഷിക്കാറില്ല. അതുപോലെ തന്നെ എന്താണ് ആം, ഈ വിവാഹ വാർഷികം ആഘോഷിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ നാളുകളിൽ എല്ലായിടത്തും എല്ലാ ചർച്ചകളിലും ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്, വിവാഹ വാർഷികം ആഘോഷിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കർത്താവിൻ്റെ ബർത്ത്ഡേ നമുക്ക് സൂക്ഷം അറിയത്തില്ലെന്നുണ്ടെങ്കിലും നമ്മൾ ആഘോഷിക്കുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കള്ളു കുടിക്കാൻ വേണ്ടിയല്ല ആഘോഷിക്കേണ്ടത്, അതെ. കർത്താവിൽ സന്തോഷിക്കാൻ വേണ്ടിയാണ് ആഘോഷിക്കേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഒരു മദ്യപാനത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ ബഹളം ഉണ്ടാക്കാനോ ഒന്നുമല്ല. അത് ദൈവത്തിൻ്റെ സന്ദേശം പകർന്നു കൊടുക്കാൻ വേണ്ടി അതൊരു ഇപ്പോൾ ലോകം മുഴുവനും ഈ കർത്താവിൻ്റെ ജനനം ആഘോഷിക്കുമ്പോൾ നമ്മൾ അതിനകത്തിൽ ഈ നമ്മൾ നാട്ടുകാർ ലോകക്കാർ മദ്യപിക്കുന്ന മാതിരി തോന്നിവാസം നടക്കാനൊന്നും അല്ല. അത് മാത്രമല്ല, ക്രിസ്ത്യാനിക്ക് ദൈവമക്കളൊക്കെ മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. അപ്പൊ അതല്ല നമ്മുടെ ആഘോഷം. ആ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തിന്റെ ദിനങ്ങളാണ്. കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ളത്. അതുകൊണ്ട് ആഘോഷിക്കുന്നതിൽ വലിയ തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പിന്നെ ഓരോരുത്തർക്ക് കിട്ടിയേക്കുന്ന വെളിപ്പാടനുസരിച്ച് ചെയ്യട്ടെ, അത് അവരുടെ ചിന്തയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിവേ, ഡിസംബറിലല്ല യേശു ജനിച്ചത് എന്ന് ബൈബിളിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്ത ചോദ്യം എന്താണ്? എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ എന്റെ ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്തു എന്റെ ഹൃദയത്തിൽ ജനിച്ചതാ. പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതത്തിലെ ക്രിസ്മസ് അത് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും ഞാനത് ആഘോഷിക്കുന്ന വ്യക്തിയാണ്. കാരണം അതിൽ കൂടെയുള്ള രക്ഷയും നന്മയും വിടുതലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത്, ക്രിസ്മസ് ആഘോഷിക്കുന്നത് ശരിയോ തെറ്റോ? അതിനെ കുറിച്ചാവുന്നില്ല നമ്മൾ പറഞ്ഞത്. ആഘോഷിക്കുന്നത് അവരവരുടെ താല്പര്യം അനുസരിച്ചിട്ട്. നിങ്ങൾ മദ്യപാനിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ബഹളം ഉണ്ടാക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാരുമായിട്ട് അടിയുണ്ടാക്കാനൊന്നും അല്ല ആഘോഷിക്കുന്നത്. ഇതൊരു സന്തോഷ ദിനമാണ്. സന്തോഷം നമ്മൾ എൻ്റെ ബർത്ത്ഡേ ഒന്നും ഞാൻ ഇതുവരെ ആഘോഷിച്ചിട്ടൊന്നുമില്ല. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ബർത്ത്ഡേ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ബർത്ത്ഡേ ഒക്കെ അവരുടെ സന്തോഷത്തിന് വേണ്ടി ഒരു കേക്ക് മുറിക്കുന്നു, കുറച്ച് ഫുഡ് ഉണ്ടാക്കുന്നു, അവരെല്ലാം കൂടെ വന്നിച്ച് സന്തോഷിക്കുന്നു, ഇതൊക്കെ ചെയ്യാറുണ്ട്. എനിക്കറിയത്തില്ല, നമ്മൾ ഈ എൻ്റെ ഫാദറും മദറും 90 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയന് പറഞ്ഞു, എൻ്റെ ചേട്ടനും അനിയനും മരിച്ചുപോയി. ഏറ്റവും ഇളയ അനിയനും ഏറ്റവും മൂത്ത അനിയനും ജ്യേഷ്ഠനും മരിച്ചുപോയി. ഇപ്പം ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, പിന്നെ ഒരു പെങ്ങളുമുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, നീ ഇവിടെ നാട്ടിൽ വന്നല്ലോ, നമുക്കിവിടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു 90 വയസ്സ് കഴിഞ്ഞു, അപ്പോൾ നമുക്കൊന്ന് ആഘോഷിക്കാമെന്ന് പറഞ്ഞു. നവതി എന്ന് പറഞ്ഞിട്ടുണ്ട് ആഘോഷം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയും അപ്പനും ജീവിച്ചിനോടിരിക്കുമ്പോൾ ഒരു സന്തോഷം നമ്മൾ നടത്തുന്ന ഒരു 10 പേർക്ക് ആഹാരം കൊടുക്കുന്നത് നല്ല കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരെയും സഭയിലുള്ള ആൾക്കാരെയും ഒക്കെ ക്ഷണിച്ചു. ഒരു സന്തോഷം ഞങ്ങൾ പറഞ്ഞു. അന്നേരം ആ കൂട്ടത്തിൽ ഒരു പെന്തിക്കോസുകാരൻ മാത്രം അതിനകത്തുണ്ടായിരുന്ന അങ്ങ് IPC തലയിൽ കയറിയിരിക്കുന്ന ഒരുത്തൻ മാത്രം വന്നില്ല. അവൻ വരാതിരുന്നത് കൊണ്ട് എൻ്റെ കുടുംബക്കാരും വരാതിരുന്നില്ല. ഞങ്ങൾ വലിയ കുടുംബമാണ്. ആ കുടുംബത്തിലുള്ളവരെല്ലാം വന്നു, നാട്ടുകാരെല്ലാം വന്നു. എൻ്റെ അപ്പനും അമ്മയും ജീവിച്ചിരുന്നപ്പോൾ അവർ ചെയ്ത നന്മകളെക്കുറിച്ച് പ്രസ്താവിക്കാനും പറയാനും അവർക്കും സാവകാശം കിട്ടി, ഞങ്ങൾക്കും സാവകാശം കിട്ടി. അവർക്ക് ആ സന്തോഷത്തിൽ പങ്കുകൊള്ളാനും സാധിച്ചു. പക്ഷെ ചത്തതിന് ശേഷം അവരെപ്പറ്റി എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരോട്ട് കേൾക്കാനും പോകുന്നില്ല, അവരോട്ട് അറിയാനും പോകുന്നില്ല. ഈ ചത്തതിന് ശേഷമല്ല എന്തെങ്കിലും ആഘോഷിക്കേണ്ടത്. എന്തോ ഒരു ആഘോഷമാണെന്നറിയാം. ചത്ത് കിടക്കുന്നുണ്ടെങ്കിൽ മെമ്മോറിയൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ്. എന്തെല്ലാം ഇല്ലാത്ത കള്ളക്കഥകളെല്ലാം പറഞ്ഞു പിടിപ്പിക്കും. അതൊന്നുമല്ല, ജീവനായിട്ടിരിക്കുമ്പോൾ ദൈവസന്നിധി സന്തോഷിക്കാനുള്ളതാണ്. ഞാനതാ വിശ്വസിക്കുന്നത്. പിന്നെ ഈ മദ്യപാനമൊക്കെ പണ്ടുണ്ടായിരുന്ന സമയത്ത് മദ്യപാനം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളങ്ങനെ ഞാനത് അതിനകത്തിൽ, കാരണം മദ്യപാനത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതിന് വേണ്ടി അങ്ങനെയാണ് ദൈവഭാഗത്ത് വന്നത് തന്നെ. അതല്ല സന്തോഷം.
സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ജോയ് ഓഫ് ദ ലോഡ് ഇൻ യുവർ ഹാർട്ട്. എൻ്റെ ഹൃദയത്തിലാണ് സന്തോഷിക്കേണ്ടത്. എനിക്കൊരു എന്താണ്, എനിക്ക് ഇത്രയും വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ, എൻ്റെ മാതാപിതാക്കൾക്ക് ജീവിച്ചിരിക്കാൻ സാധിച്ചല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവിനെ എനിക്ക് രക്ഷിതാവായി സ്വീകരിക്കാൻ അവൻ്റെ ജനനമാണെന്നല്ലോ, അതിന് ഞാൻ സന്തോഷിക്കണം. ആ ഒരു സന്തോഷ പ്രകടനം മാത്രമേ ഉള്ളൂ ഇതിനകത്തിലുള്ളത്. അടുത്ത എന്താണ് കർത്താവിന്റെ ചോദ്യം? നമ്മൾ ക്രിസ്മസിന് പലവിധ കാര്യാദികൾ ചെയ്യുന്നുണ്ട്. അതിൽ ക്രിസ്മസ് ട്രീ, രണ്ടാമത് സാന്താക്രോസ്. ഇതൊക്കെയും ദൈവവചനത്തിൽ നിന്നുള്ളതാണോ? അത് ചെയ്യുന്നത് തെറ്റോ ശരിയോ? സാന്താക്രൂസും റെയിൻഡിയറും ഒക്കെ യൂറോപ്പിലെങ്ങാണ്ട് സ്ഥലത്തു നിന്ന് വന്നേക്കുന്ന ഒരു പരിപാടിയാണ്. അതിനകത്ത് വലിയ സന്തോഷമൊന്നുമില്ല. അത് ഓരോരുത്തര് ഈ വാസ്തവത്തില് ഇല്ലാത്ത ആചാരങ്ങളെല്ലാം ഈ കുസ്തന്തീനോസിന്റെ കാലത്ത് സഭ, ദൈവീക സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദേശവൽക്കരിക്കപ്പെട്ടു, അത് സാർവത്രികമാക്കി. അന്നുണ്ടായിരുന്ന ചെറുത് കൊച്ചു കുഞ്ഞുങ്ങളെ മുതൽ സ്നാനപ്പെടുത്തി. അതിനുശേഷം അന്നുണ്ടായിരുന്ന ജാതീയ പുരോഹിതന്മാരെ എല്ലാം പുരോഹിതന്മാരാക്കി, ക്രിസ്തീയ പുരോഹിതന്മാരാക്കി. അവരെല്ലാം ക്രിസ്തുവൽക്കരിച്ചു എന്ന് പറയാം. അപ്പൊ അന്ന് അവർക്കുണ്ടായിരുന്ന ജാതീയ ആചാരങ്ങളും മര്യാദകളും എല്ലാം എന്ത് ചെയ്തു? ക്രിസ്തുവിന് വേണ്ടി ഉള്ളതാക്കിയെന്നും. പിന്നെ യൂറോപ്പിൽ നിന്ന് ഏതാണ്ട് ഒരു രാജ്യത്തിൽ നിന്ന് വന്നാണ് ഈ സാന്താക്രൂസിന്റെ പരിപാടി. ആരോ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് സമ്മാനം കൊടുത്തതോ അതിനെക്കുറിച്ചൊക്കെയാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ സാന്താക്രൂസ് പണ്ടൊക്കെ ഈ അറിവില്ലായ്മയുടെ കാലത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്, ചെയ്തിട്ടുമുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ അമേരിക്കൻ ചർച്ചുകളിൽ സാന്താക്രൂസ് വരികയും അത് ഒരു ആചാരമായിട്ട് കൊണ്ട് നടക്കുന്നു. ആചാരമല്ല അത് വാസ്തവത്തിൽ. അവരൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ട്രീ, ഈ അമേരിക്ക വന്നപ്പോൾ ഞാൻ കണ്ടേക്കുന്ന ഒരു കാര്യമാണ്, ക്രിസ്മസ് ട്രീ എന്ന് പറയുന്ന ഒരു സാധനം. ഈ ഐസ് വീണ, നമ്മൾ ഈ ക്രിസ്മസ് കാർഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതിനകത്ത് വരുന്നുണ്ട് ഐസൊക്കെ വീണിട്ട് ഇങ്ങനെ കൂമ്പ് പോലെ നിൽക്കുന്ന ട്രീ. ഞാൻ ഡാളസിൽ താമസിച്ചുകൊണ്ട് ഞങ്ങൾ താമസിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മൈതാനമായിട്ട് കിടക്കായിരുന്നു. ഇപ്പം അവിടെ എല്ലാം ഭയങ്കര വീടുകളൊക്കെ വന്നു. അവിടെ മുഴുവൻ ഈ ട്രീ ആയിരുന്നു. അപ്പം അത് അവർക്ക് വെട്ടി വിൽക്കാനായിട്ട് അതൊരു ബിസിനസ്സാണ്. ഈ സാന്താക്രൂസും ക്രിസ്മസ് ട്രീ ഒക്കെ അത് മനുഷ്യരെ കാശുണ്ടാക്കാൻ വേണ്ടി ബിസിനസ്സുകാർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതും പൊക്കിക്കൊണ്ട് മനുഷ്യരെ നടക്കുന്നു. അതൊരു ബിസിനസ്സായിട്ട് കരുതിയാൽ മതി. അല്ലാതെ ആചാരവും മര്യാദയും ഒന്നും അതിനകത്തിലൊന്നുമില്ല. ദാറ്റ്സ് എ ബിസിനസ് എന്നാണ് ഞാൻ കരുതുന്നത്. അടുത്തത് എന്താണ് കർത്താവിന്റെ ചോദ്യം? അന്ന് സെൻസസ് എടുക്കാനായിട്ട് 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് കാണുന്ന ഓഗസ്റ്റോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടായിരുന്നു സെൻസസ് എടുക്കുവാൻ. ആ സെൻസസിന്റെ സമയം വന്നപ്പോൾ യേശുവിന്റെ അമ്മയായ മറിയയും ജോസഫും കൂടെ ബേത്ലഹേമിലേക്ക് കടന്നു പോകാൻ ഇടയായി തീർന്നു. ഇതിനു മുമ്പായിട്ട് ഇതുപോലുള്ള സെൻസസുകൾ നടന്നിട്ടുണ്ടോ? അവിടെ തന്നെ പറയുന്നുണ്ട്. അതിനെ കുറിച്ച് ഇച്ചിരി ആഴമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അവിടെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, കുറിയനോസ് സിറിയ നാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തൽ ഉണ്ടായി. അപ്പം ഇത് ആ സെൻസസ് ആദ്യമായിട്ട് നടക്കുകയാണ്. ഇത് നടക്കാനുള്ള ഒരു കാരണം നമ്മൾ മീഖാ പ്രവചനം 5-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിനകത്തുണ്ട്. മീഖാ പ്രവചനം 5:2. നീയോ ബേത്ലഹേം എഫ്രത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതി ആയിരിക്കേണ്ടതിന് എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. എന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. ഓക്കെ, അത് ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അപ്പൊ പുരാതനമായിട്ട് ബേത്ലഹേം എഫ്രാത്തിൽ നിന്ന് ജനിക്കണം എന്ന് കർത്താവ് തീരുമാനിക്കാൻ, അല്ല ഉത്ഭവിച്ചു വരണം, ഇസ്രായേലിന്റെ അധിപതി ഉത്ഭവിച്ചു വരണമെന്ന്
ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രവചനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ബേത്ലഹേം എഫ്രാത്തിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. Right, right. ഈ ബേത്ലഹേം എഫ്രാത്ത് എന്ന് പറയുന്ന സ്ഥലം ആർക്കുള്ളതായിരുന്നു, എന്തായിരുന്നു, ആ സ്ഥലത്തെക്കുറിച്ചുള്ള പ്രത്യേകത നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ സ്ഥലത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിനകത്ത് ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് എല്ലാ ക്രിസ്ത്യാനി വിഭാഗത്തിലും ഏറ്റവും വലിയൊരു പ്രശ്നമുള്ള എന്താണെന്നറിയാമോ? കർത്താൻദാസൻ ഓർക്കുന്നുണ്ടോ അല്ലെന്നുണ്ടോ ഓർത്തെടുത്താൽ സാധിക്കും. ഈ യാക്കോബ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച റാഹേലിനെയായിരുന്നു. അതെ. ആ റാഹേലിന് വേണ്ടി 14 വർഷം ഇദ്ദേഹം ലാബാന്റെ അടുക്കൽ ജോലി ചെയ്തു, അമ്മായിപ്പൻ്റെ അടുക്കൽ ജോലി ചെയ്തു. അതെ. അപ്പൊ യാക്കോബിന്റെ ഏറ്റവും വലിയ സ്നേഹം റാഹേലിലായിരുന്നു. റാഹേലിനെ ഗർഭിണിയാകാത്തത് കാരണം അവർക്ക് വലിയ പ്രശ്നമായിരുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കുഞ്ഞുണ്ടായി, അതിൻ്റെ പേരാണ് ജോസഫ്. അതിനുശേഷം രണ്ടാമത് ഗർഭിണിയായ സമയത്ത് ഈ യാക്കോബ് ഈ ലാബാന്റെ അടുക്കൽ നിന്ന് പോരുന്ന അവസരങ്ങളിലായിരുന്നു. ഓക്കെ, അപ്പം ആ പോരുന്ന അവസരത്തിനെ കുറിച്ചുള്ളതാണ് അവിടെ പറയുന്നത്. ഒന്ന് വായിച്ചാട്ട് ജോസഫ് അതിന്റെ 48-ന്റെ 1, 2, 3 വാക്യം ഒന്ന് വായിച്ചാട്ട്. അനന്തരം ജോസഫ്, നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നെന്ന് വർത്തമാനം വന്ന് ഉടനെ അവൻ മനശ്ശയ്ക്കും എഫ്രൈം എന്നീ 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് നിന്റെ മകൻ ജോസഫ് ഇതാ വരുന്നുവെന്ന് യാക്കോബിനെ അറിയിച്ചു. അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ചു കട്ടിന്മേലിരുന്നു. യാക്കോബ് ജോസഫിനോട് പറഞ്ഞത്, സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ചു. അതിന്റെ ബാക്കിയുള്ള ഭാഗം ഒന്നും വായിക്കണ്ട. അതിനുശേഷം ഞാൻ അതിന്റെ 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 6, 7 വായിച്ചാട്ടെ. ഇവരുടെ ശേഷം നിനക്ക് ജനിക്കുന്ന സന്തതിയോ ഉള്ളവരായിരിക്കട്ടെ. അവർ ഞങ്ങൾ സഹോദരന്മാരുടെ പേരും പ്രകാരം വിളിക്കട്ടെ. ഞാൻ പതിനിൽ നിന്ന് വരുമ്പോൾ കനാൻ ദേശത്തെ എഫ്രാത്തിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ വഴിയിൽ വെച്ച് റാഹേൽ മരിച്ചു. ഞാൻ അവളെ അവിടെ ബേത്ലഹേം എന്ന എഫ്രാത്തിലുള്ള വഴിയരികെ അടക്കം ചെയ്തു. ഓക്കെ, ഈ നിങ്ങൾ കർത്താദാസന് ഏത് വിഭാഗത്തിൽ നിന്ന് വന്ന? ഞാൻ യാക്കോബായി നിന്ന് വന്നതാണ്, മർത്തോമായി നിന്ന്. അപ്പൊ അവിടുത്തെ നമ്മളെയൊക്കെ കല്യാണം കഴിപ്പിക്കുന്ന അവസരത്തിൽ അച്ഛന്മാർ തലയെ കൈവച്ചിട്ട് പറയുന്ന ഒരു കാര്യമാണ് ബ്ലെസ്സിങ് പറയുന്ന സമയത്തില് അബ്രഹാമിനെ സാറായെ അനുഗ്രഹിച്ചതുപോലെയും ഇസഹാക്കിനെ റെബേക്ക അനുഗ്രഹിച്ചതുപോലെയും അതുപോലെ തന്നെ യാക്കോബിനെ ലേയെ അനുഗ്രഹിച്ചതുപോലെയും നീ സന്താനപുഷ്ടിയുള്ളവനായി അനുഗ്രഹം നിന്റെ മേൽ വരുമാറാകട്ടെ. റാഹേലിനെ ഇവരെല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ്? ഒഴിവാക്കിയിരിക്കുകയാണ്. പിന്നെ ഞാൻ ദൈവഭാഗത്ത് വന്ന പെന്തക്കോസ്തിൽ വന്ന സമയത്ത് കുറ്റമല്ല ഞാനീ പറയുന്നത്, മിക്കവാറും ദേവദാസന്മാരെല്ലാം പറയുന്ന പ്രസംഗത്തിനകത്തെല്ലാം പറയുന്നത് റാഹേല് അപ്പൻ്റെ ഗ്രഹവിഗ്രഹം മൂട്ടിക്കൊണ്ട് വന്നു, അതിൻ്റെ മേൽ കയറിയിരുന്നു, അതിൻ്റെ ശാപം കാരണമായിരുന്നു അവളെ വഴിയിൽ അടക്കിയിട്ട് പോയത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് റാഹേലിനെ കുറ്റപ്പെടുത്തുന്ന പ്രസംഗങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇവിടെ യാക്കോബ് തൻ്റെ നിര്യാണത്തിന് മുമ്പ് തൻ്റെ ജോസഫിൻ്റെ മക്കളായിരിക്കുന്ന 2 പേരെ അനുഗ്രഹിക്കാനായിട്ട് മനശ്ശെ എഫ്രൈമിനെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് അവരോട് പറയുന്ന അവരെ ദത്തെടുക്കുന്ന അവസരത്തിൽ മനശ്ശെ എഫ്രൈം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇവർ എനിക്കുള്ളവരാട്ടെ അവരെ ദത്തെടുക്കുകയാണ്. ആ അവസരത്തിൽ ഈ ഭാഷ ഞാൻ ദത്തെടുക്കുന്നതെന്നുള്ള ഭാഷ ഇനി ഒരു പക്ഷേ ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാകുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അവരെല്ലാം എൻ്റെ തലയിൽ ചാടിക്കയറാൻ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം ബൈബിളിനകത്ത് അങ്ങനെ എഴുതിയിരിക്കുന്നത് ദത്തം എന്നുള്ള ഭാഷയില്ലെന്നുള്ളതേ ഉള്ളൂ. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മിസ്രൈമിൽ നിന്റെ അടുക്കൽ ഞാൻ വരും മുമ്പ് നിനക്ക് മിസ്രൈമിൽ വെച്ച് ജനിച്ച 2 പുത്രന്മാരായ മനശ്ശെ എഫ്രൈം എനിക്കുള്ളവരായിരിക്കട്ടെ, രൂബേനെയും ശിമേനെയും പോലെ അവർ എനിക്കുള്ളവരായി തീരട്ടെ. അതിൻ്റെ അർത്ഥം ഞാൻ അവരെ എന്ത് ചെയ്തു? ഇവരുടെ ഈ ഗോത്രപിതാക്കന്മാരുടെ കൂട്ടത്തിൽ കൂട്ടി, ഇനിയും നിനക്ക് ജനിക്കുന്ന കുഞ്ഞ് നിനക്ക് ഒഴിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിനെ എൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ദത്തെടുത്തു എന്നാണ്. അപ്പം ആ സമയത്ത് പറയാണ്, ഞാൻ 16-ാമിൽ നിന്ന് വരുന്ന അവസരത്തിൽ റാഹേൽ എന്തായിരുന്നു? ഗർഭിണിയായിരുന്നു.
പക്ഷെ കനാൻ ദേശത്ത് എത്തുന്നതിന് മുമ്പേ വെച്ച് തന്നെ അവൾക്ക് പ്രസവവേദന ഉണ്ടായി. അവിടെ വെച്ച് അവൾ മരിക്കുന്നു. ആ മരിക്കുന്ന അവസരത്തിൽ അവളെ അവിടെ കുഴിച്ചിട്ടത്, അടക്കം ചെയ്തത് എഫ്രാത്തിനുള്ള ബേത്ലഹേം എഫ്രാത്ത് എന്ന വഴിയേരികയായിരുന്നു അവൻ അടക്കം ചെയ്തത്. ഇനിയും വേറൊരു പ്രത്യേകത കൊണ്ടുണ്ട് ഈ എഫ്രാത്ത്, ബേത്ലഹേം എഫ്രാത്തിന്. ദൈവമായ യഹോവയുടെ അടുക്കല് ഇസ്രായേൽ ജനം മുഴുവനും കരഞ്ഞു. കരഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ജാതികളെ പോലെ ഒരു രാജാവിനെ വേണമെന്ന് പറഞ്ഞാണ് ഈ കരച്ചില് ശമൂവേലിന്റെ അടുക്കല്. അപ്പൊ ശമൂവേല് ദൈവസന്നിധി കരഞ്ഞു. അപ്പൊ ദൈവം പറഞ്ഞു, അവരെ ഞാൻ രാജാവായിരിക്കുന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ടാണ് അവർക്ക് വേറെ രാജാവിനെ വേണമെന്ന് പറഞ്ഞ് അവർക്ക് അതിനുവേണ്ടി അവർക്കൊരു രാജാവിനെ വായിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടാണ് എന്താണ് ശൗലിനെ രാജാവാക്കുന്നത് കാണാൻ സാധിക്കും. ഇനി കർത്താവിന്റെ ദാസൻ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുന്ന എല്ലാവരും ചിന്തിക്കണം. ദൈവം ആദ്യം തെരഞ്ഞെടുത്ത രാജാവ് ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു. അത് റാഹേലിന്റെ സന്തതിയായിരുന്നു, അല്ലായിരുന്നോ? അതെ. ഓക്കെ. അപ്പം യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒടുക്കത്തെ ശിഷ്യൻ എന്ന് പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉന്നതമായ ശുശ്രൂഷ ചെയ്തേക്കുന്ന ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു ശൗൽ എന്ന് പറയുന്നത്, ആണോ? അദ്ദേഹമാണ് പൗലോസ് ആയത്. അപ്പം ബെന്യാമിൻ ഗോത്രത്തിലുള്ള ശൗലിനെയാണ് ആദ്യം രാജാവായിട്ട് എടുക്കുന്നത്. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാരിൽ ആരുടെയും തന്നെ ഗോത്രത്തെ കുറിച്ച് പറയുന്നില്ല. ഒറ്റ ഗോത്രത്തെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ശൗല് ആരായിരുന്നു? ബെന്യാമിൻ ഗോത്രക്കാരനാണ്. ഞാൻ മറ്റുള്ളവരെ ആരും ഇനി ലേവി പുരോഹിതന്മാരുടെ കൂട്ടത്തിലുള്ള അന്നോ വലിയ ഒന്നും എനിക്കറിയത്തൊന്നുമില്ല. പക്ഷേ അപ്പം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനകത്ത് ബെന്യാമീന്റെ അമ്മയായ റാഹേലിനും ഒരു പ്രത്യേക സ്ഥാനം ആര് കൊടുത്തിട്ടുണ്ട്? ദൈവം കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഊരിയാവിന്റെ ഭാര്യയായിരുന്ന ബേത്ശബയെ ദാവീദ് കല്യാണം കഴിക്കുന്നുണ്ട്. ദാവീദിന്റെ ഏറ്റവും വലിയ സ്നേഹനിധി എന്ന് പറയുന്നത് ബേത്ശബയായിരുന്നു. അപ്പൊ ബേത്ശബയിൽ ഉണ്ടായിരുന്ന മകനാണ് ശലോമോന്. ശലോമോന് പേരിട്ടത് തന്നെ യഹോവയായ ദൈവമാണ്. അവനെ ഒരുപാട് സ്നേഹിച്ചു. അപ്പൊ നമ്മൾ ഓർക്കണം, നമ്മൾ ഒരു വ്യക്തിയെയും നമ്മുടെ കുഞ്ഞുങ്ങളെയോ നമ്മുടെ കുടുംബത്തിലുള്ളവരെയോ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ ആ സ്നേഹം ദൈവം അംഗീകരിക്കുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നുണ്ട്. ശമൂവേലിനെ അഭിഷേകം ചെയ്തിട്ട് പോകാൻ പറയുന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. 1 ശമൂവേൽ 10-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടോ. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ചു പറഞ്ഞത്, യഹോവ തന്റെ അവകാശത്തിന്റെ പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമിന്റെ അതിരിലെ സെൽഹാരിൽ റാഹേലിന്റെ കല്ലറയ്ക്കൽ വെച്ച് 2 ആളെ കാണും. നീ അന്വേഷിപ്പാൻ പുറപ്പെട്ടു പോകുന്ന കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു. നിന്റെ അപ്പൻ കഴുതയെക്കുറിച്ചുള്ള ചിന്ത വിട്ട് എൻ്റെ മകന് വേണ്ടി ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് വിഷാദിച്ചിരിക്കുന്നു എന്ന് അവർ നിന്നോട് പറയും. അപ്പൊ ഈ ബെന്യാമീൻ ഗോത്രക്കാരനായ ശൗൽ തൻ്റെ അപ്പൻ്റെ ആടിനെ അതിൻ്റെ 9-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിലാണ് ഞാനത് വായിക്കാം. ബെന്യാമീൻ ഗോത്രത്തിൽ കീസ് എന്നു പേരുള്ള ധനികൻ ഉണ്ടായിരുന്നു. അവന് ബെന്യാമീനായ അഹിയേലിന്റെ മകനായ ബെഖോറിന്റെ മകനായ സീറോസിന്റെ മകനായ അബിയേലിന്റെ മകനായിരുന്നു. അവന് ശൗൽ എന്നു പേരുള്ള ഒരു യൗവനവും കോമളത്വമുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ ഒരു പുരുഷൻ ഇല്ലായിരുന്നു. അവൻ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. ദൈവം തെരഞ്ഞെടുത്തത് ഈ ശൗലിനെയാണ്. ഈ ശൗലിനെ അഭിഷേകം ചെയ്തിട്ട് പറഞ്ഞയച്ചത് സ്ഥലം എവിടേക്കായിരുന്നു? അവന്റെ വല്യമ്മച്ചയുടെ കല്ലറക്കൽ അടുക്കിലേക്കാണ് അപ്പൊ പറഞ്ഞയച്ചിരുന്നത്. അവിടെ ചെല്ലുന്ന ഉടനെ നീ കാണും നിനക്ക് നഷ്ടമായതിനെ തിരിച്ചു കിട്ടുന്നത്. ഹലോ, അതെ, നിനക്ക് നഷ്ടമായതിനെ തിരിച്ചു കിട്ടുന്നത്. ഈ ധനത്തിന് ലോക മനുഷ്യന് നഷ്ടമായത് എവിടെയായിരുന്നു? എന്തായിരുന്നു നഷ്ടമായത്? രക്ഷയാണ് നഷ്ടമായത്. അവന്റെ ജീവനാണ് നഷ്ടമായത്. അതിനെ തിരിച്ചു കിട്ടുന്ന സ്ഥലമാണ് ഈ ബേത്ലഹേം എഫ്രാത്ത് എന്ന് പറഞ്ഞ സ്ഥലം. അതുകൊണ്ടാണ് മീഖാപ്രവചനം പറഞ്ഞത് അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതായിരുന്നു. അവൻ അവിടെ ഉത്ഭവിക്കണം. എവിടെ? ബേത്ലഹേം എഫ്രാത്തിൽ. എവിടെയാണ് ബേത്ലഹേം എഫ്രാത്ത് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? ബേത്ലഹേം എഫ്രാത്തിലാണ് യാക്കോബ് തന്റെ സ്നേഹത്തെ കൊണ്ടുവന്ന് കുഴിച്ചു വെക്കുന്നത്.
തന്റെ സ്നേഹത്തെ കുഴിച്ചിട്ടെടുത്തുനിന്ന് സകലത്തിന്റെ ഉടനായ ദൈവത്തിന്റെ സ്നേഹം ഉത്ഭവിച്ചു വരണം. ഹല്ലേലൂയ. സ്തോത്രം. അവനാണ് രക്ഷകനായിട്ട് വരുന്നത്. നിനക്ക് നഷ്ടമായതിനെ തിരികെ കിട്ടുന്ന സ്ഥലമാണ് ബേത്ലഹേം എഫ്രാത്ത് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം യാക്കോബിന്റെ സ്നേഹം കൊണ്ടൊന്ന് കുഴിച്ചിട്ടത് നിസാര കാര്യമാണെന്ന് ഹല്ലേലൂയ ഉപദേശിമാർ വെച്ച് തള്ളുന്നടനെ ഓർത്തു പറയണം. ദൈവം അവിടെ നിന്നാണ് ഉത്ഭവിപ്പിക്കാൻ ഇത് കൊടുത്തിരിക്കുന്നത്. അതിന്റെ വെളിപ്പാട് കിട്ടിയവർക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ മനസ്സിലായ എഫ്രൈം ബേത്ലഹേം എഫ്രാത്ത് തെരഞ്ഞെടുത്തത് എന്തിനാണെന്ന്. പക്ഷെ പിന്നെ ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. 1 ശമൂവേൽ 17 12 വാക്യം. എന്നാൽ ദാവീദ് യഹൂദയിലെ ബേത്ലഹേമിൽ ഇശായി എന്നു പേരുള്ള ഒരു എഫ്രാത്തിന്റെ മകനായിരുന്നു. ഇശായിക്ക് 8 മക്കളുണ്ടായിരുന്നു. അവൻ ശൗലിന്റെ കാലത്ത് വയസ്സ് എന്ന് വൃദ്ധനായിരുന്നു. അത് എത്രാമത്തെ അധ്യായത്തിനകത്താ? 1 ശമൂവേൽ 17 12 വാക്യം. ഒന്നുകൂടെ വായിച്ചു. എന്നാൽ ദാവീദ് യഹൂദയിലെ ബേത്ലഹേമിൽ ഇശായി എന്നു പേരുള്ള ഒരു എഫ്രാത്തിന്റെ മകനായിരുന്നു. ഇശായിക്ക് 8 മക്കളുണ്ടായിരുന്നു. അവൻ ശൗലിന്റെ കാലത്ത് വയസ്സ് എന്ന് വൃദ്ധനായിരുന്നു. അപ്പൊ ഇനി ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിനകത്തുനിന്ന് ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കൊള്ളണം. ശൗല് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചില്ല. ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കാഞ്ഞതുകൊണ്ട് ദൈവം രണ്ടാമത് തെരഞ്ഞെടുത്തതും എവിടെ നിന്നായിരുന്നു? ഈ ബേത്ലഹേം എഫ്രാത്തിൽ നിന്നായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇസ്രായേലിനെ പരിപാലിക്കണം അവിടെ നിന്നാണ് ഉത്ഭവിച്ചു വരേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതാണ്. അതെ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല ദൈവം ചിന്തിക്കുന്നത്. നമ്മൾ എങ്ങനെയും കണ്ണി കാണുന്ന ഒരുപാട് കുറ്റങ്ങള് ബൈബിളിനകത്തുള്ള ക്യാരക്ടേഴ്സിനെ കുറ്റം പറയാറുണ്ട് ഒരുപാട് പേര്. പക്ഷെ ആ കുറ്റം പറയുന്ന ഓർത്തു കൊള്ളണം, ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു കർത്താനാഥനെ. അതൊരു പുതിയ വെളിപ്പാടാണ് കർത്താനാഥനെ കൂടെ എനിക്ക് ലഭിച്ചത്. താങ്ക് യു ഫോർ ദാറ്റ്. താങ്ക് യു. സ്തോത്രം. ആമേൻ. അടുത്ത ചോദ്യം ഞാൻ പറയാം. ബൈബിൾ എടുത്തപ്പോ ഞാൻ ഇതെല്ലാം കൊണ്ട് മാറ്റി വെച്ചു. ദൈവം സകലത്തിന്റെ സൃഷ്ടിതാവാ. അങ്ങനെ സൃഷ്ടിതാവായിരിക്കുമ്പോൾ യേശുവിന്റെ ജനനത്തെങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് കൊടുക്കാതെ? അത് നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ഭയങ്കര ചോദ്യം തന്നെയാ. അതിനെ പോലുള്ള ചോദ്യം വേറെ ചോദ്യമില്ല. സ്തോത്രം. ഈ സകല മനുഷ്യർക്കുള്ള ഒരു ചോദ്യമാണ്. ഇത്രയും വലിയ ദൈവത്തിന്, എന്നാൽ കഴിയാത്തത് ഒന്നുമില്ല എന്ന് പറയുന്ന ദൈവത്തിന് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിൽ കൊണ്ടുവരുന്ന അവസരത്തിൽ ഒരു സ്ഥലം ഒരുക്കാൻ പോലും എന്ത് ചെയ്യുന്നില്ല, ദൈവം ഒരുക്കിയില്ല. ഇല്ല. അപ്പൊ ഇതിനെന്തോ രഹസ്യമുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ എബ്രായ ലേഖനകർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: തന്റെ ഏകജാതനായ പുത്രൻ ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് അരുളി ചെയ്തിട്ടുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിനകത്ത്. എന്നാൽ ഈ തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് ഒരു സ്ഥലം ഒരുക്കിയില്ല എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. അവിടെ സ്ഥലം ഇല്ലാഞ്ഞിട്ടായിരുന്നു. ബേത്ലഹേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല സ്ഥലം കിട്ടാഞ്ഞിട്ടായിരുന്നു. പിന്നെ എവിടെയായിരുന്നു സ്ഥലം ഒരുക്കിയത്? നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് തിരിയാം. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ലൂക്കോസിന് 2:6-7 വാക്യത്തിനകത്ത് ഇപ്രകാരമാണ് വായിക്കുന്നത്: അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അതിനു മുമ്പ് വേറൊരു കാര്യം കൂടെ കർത്താവിനെ എനിക്ക് പറയാനുള്ളത് കുസ്തന്തീനോസ് കൈസറെ കുറിച്ചാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു വലിയ സത്യമാണ്. കാരണം നിയമങ്ങളെ അല്ലെന്നുണ്ടെങ്കിൽ രാജാക്കന്മാരെ വാഴിക്കുക മാത്രമല്ല, നിയമങ്ങളെ ക്രമീകരിക്കുന്ന ദൈവമാണ്. ഹലോ, ആമേൻ. നിയമങ്ങളെ ക്രമീകരിക്കുന്ന ദൈവമാണ്. കർത്താവിന്റെ വ്യവസ്ഥ പ്രകാരം നിയമങ്ങളെ ക്രമീകരിക്കും. അത് ആരോടൊക്കെയുള്ള ദൂതാണ്? എന്നെ കേൾക്കുന്നവരോടുള്ള ദൂതാണ്. കാരണം കർത്താവ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗലീലയിലെ നസറേത്തിൽ താമസിക്കുന്ന ജോസഫും മറിയയും ബേത്ലഹേമിൽ വരണം.
അവർ താമസിക്കുന്ന സ്ഥലം അവിടെ എഴുതിയിട്ടുണ്ട് 4-ാമത്തെ വാക്യത്തിനകത്ത്. അങ്ങനെ ജോസഫും ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് അത് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയെ കൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറേത്ത് പട്ടണം വിട്ടു. അപ്പൊ അവര് നസറേത്ത് താമസിക്കുന്നവരാണ്. നസറേത്തില് അവിടെ പ്രസവിച്ചാൽ എന്താ കുഴപ്പം? എന്തായിരുന്നു? അവിടെ പ്രസവിക്കാൻ പാടില്ല. അപ്പൊ നിന്റെ ജീവിതത്തെ കുറിച്ച് കർത്താവിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു 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 എന്താണ് ഒരു 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 കാര്യപരിപാടിയുണ്ട്. അപ്പൊ കർത്താവിന്റെ കാര്യപരിപാടിയിൽ നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിയമങ്ങളെ വരെ മാറ്റി എഴുതി നിന്നെ അവിടെ എത്തേണ്ട സ്ഥാനത്ത് കൊണ്ട് എത്തിക്കാൻ ദൈവത്തിന് സാധിക്കും. ആമേൻ. അതുകൊണ്ടാണ് അഗസ്തോസ് കൈസരുടെ ആജ്ഞ ഉണ്ടായത്. ഇവരെല്ലാവരും എന്ത് ചെയ്യണം? സെൻസസ് നടത്തണം. ആദ്യത്തെ സെൻസസ് നടക്കുകയാണ്. ആ സെൻസസിൽ ഇവരെ ഇവിടെ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവനെ കൊണ്ട് എന്ത് ചെയ്താൽ പറ്റുള്ളൂ? സീസറെ കൊണ്ട്. കൈസർ വലിയ ആളാ, സീസർ ഭയങ്കര ആളാ. പക്ഷെ അവനെ കൊണ്ട് നിയമത്തെ മാറ്റിച്ച് നിന്നെ കൊണ്ട് സെൻസർ എഴുതിപ്പിക്കാൻ തോന്നിക്കാനുള്ള കാരണം എന്താണ്? എന്റെ മകൻ ഈ ബേത്ലഹേമിലാണ് ജനിക്കേണ്ടത്, അല്ല നസറേത്തിലല്ല ജനിക്കേണ്ടത്. ആമേൻ. എന്നെ നിന്നെ ഒരു സ്ഥലത്ത് ദൈവം ആക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. ആ ഉദ്ദേശം നിറവേറ്റി എടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. അടുത്ത ചോദ്യത്തിനകത്തിലേക്ക് നമുക്ക് വരാം, മറുപടിക്കകത്ത് വരാം. അവിടെ ഇരിക്കുമ്പോൾ ആദ്യജാതനെ പ്രസവിക്കുവാനുള്ള കാലം തികഞ്ഞു. പിന്നെ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ഒന്ന് വായിച്ച 7-ാമത്തെ വാക്യം. കർത്താവിന്റെ അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. പശുത്തൊട്ടിയിൽ കിടത്തി. ഇനി ഞാൻ ജനിച്ച കാലം മുതൽ ഞാൻ കണ്ടേക്കുന്നതെല്ലാം, കർത്താവദാസന്റെ കാര്യം എനിക്ക് അറിയത്തില്ല, മർത്തോമായാലും അതുണ്ടെന്ന് തോന്നുന്നു. ഈ നമ്മൾ ഈ കരോളും കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോഴും പിന്നെ പടവും എല്ലാ കാര്യങ്ങളും പുൽത്തൊട്ടിയാണ് ഉപയോഗിക്കുന്നത്, അല്ലയോ? അതെ, പുൽത്തൊട്ടി. പക്ഷെ പുൽത്തൊട്ടി എന്നല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, പശുത്തൊട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പശുത്തൊട്ടിക്ക് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ എൻ്റെ വീട്, എൻ്റെ വല്യപ്പച്ചൻ്റെ വല്യമ്മച്ചയുടെ കാലത്ത്, എൻ്റെ അച്ഛൻ്റെ ഒക്കെ കാലത്ത്, ആരോഗ്യം ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾക്ക് ആടും പശുവും കോഴിയും പൂച്ചയൊക്കെ നമ്മുടെ വീട്ടിലെ മൃഗങ്ങളെ പെറ്റുകളായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം വളർത്തുന്നുണ്ടായിരുന്നു. പൂച്ചയെ വളർത്തുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലിയെ പിടിക്കാനായിട്ടാണ്. അല്ലാതെ ഇവിടത്തെ പോലെ പൂച്ച വളർത്തുന്നത് കെട്ടിപ്പിടിച്ച് കിടക്കാനല്ല. ആടിനെ വളർത്തുന്നത് പട്ടിയെ കൊണ്ട് നടക്കുന്ന മാതിരി പിള്ളേരെല്ലാം ഈ ഇത് എടുക്കണം. ആടിനെ കൊണ്ട് നടന്ന് തീറ്റിക്കണം, അതിന് തീറ്റി പറിച്ചു കൊടുക്കണം. ഇവിടെ ആൾക്കാർ ഈ പട്ടിയെ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ആടിനെ പിടിച്ചുകൊണ്ട് നടന്ന ഓർമ്മ വരുന്നുണ്ട്. കർത്താനാഥനായ ഓർമ്മ വരുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പശുവിനെ ഒന്നും പിടിച്ചുകൊണ്ട് നടന്നിട്ടില്ല, പശുവിനെ പേടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മക്കളെ, ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എന്തിനാണ് ഈ പശുത്തൊട്ടി ദൈവം തെരഞ്ഞെടുത്തത്? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ രഹസ്യമാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? അത് രഹസ്യം പറയുന്നതിന് മുമ്പ് അടുത്ത ചോദ്യം പറഞ്ഞാട്ട്. പുൽത്തൊട്ടിയിലാണോ പശുത്തൊട്ടിയിലാണോ എങ്കിൽ നമ്മൾ രണ്ട് രീതിയിൽ പറയാറുണ്ട്. അത് പുൽത്തൊട്ടിയിലാണോ പശുത്തൊട്ടിയിലാണോ യേശുവിനെ കിടത്തിയെന്നുള്ളത്. ആ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന പുൽത്തൊട്ടി നല്ല പശുത്തൊട്ടി എന്നാണ്. അതെ, അത് മാത്രമല്ല ദൂതന്മാരും പറയുന്നുണ്ട്. ഉണ്ട്. അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. നിങ്ങൾക്ക് അടയാളമോ ക്ഷീരകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം അറിയാതല്ലോ ഈ പശുത്തൊട്ടിയിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നതാണോ? അല്ല, ദൈവത്തിന്റെ പ്രത്യേക ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അതെ അല്ലേ? അത് നമ്മൾ അറിയണം. അല്ല പുൽത്തൊട്ടിയൊന്നും അല്ല. ഇവിടെ ഈ അലങ്കരിച്ച് കാണിക്കുന്ന പുൽത്തൊട്ടികളൊന്നും അല്ല പശുത്തൊട്ടി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കാണാനിടയായി തീർന്നു. യേശു പണ്ട് താമസിച്ച സ്ഥലം ആരോ
പുതുതായിട്ട് അതിന് കണ്ടുപിടിച്ചു. അവിടെ ആർക്കും കയറി ചെല്ലാനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഒരു അമേരിക്കക്കാരത്തി സ്ത്രീ അന്ന് ഒരു വെളുപ്പ് സ്ത്രീ അതിനകത്ത് കയറി ചെന്ന് അവർക്ക് പ്രത്യേക അനുവാദം വാങ്ങിച്ചുകൊണ്ട് ചെന്നിട്ട് ആ വീട് നമുക്ക് കാണിച്ചിടണേ. അവിടെ ആ മേൻഷർ എന്ന് പറയുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഈ പശുത്തൊട്ടിയെ കിടന്ന ആ യേശുവിനെ കിടത്തിയ പശുത്തൊട്ടിയാണെന്ന് പറഞ്ഞ് ഒരു കൽത്തൊട്ടി അവിടെ കാണിക്കുന്നത് കണ്ടായിരുന്നു. എനിക്ക് അതിനകത്ത് വലിയ വിശ്വാസമൊന്നുമില്ല ആ പറഞ്ഞതിനകത്തൊന്നും. കാരണം ഈ പശുത്തൊട്ടിയുടെ പ്രത്യേകത ഞാൻ പഠിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്. ചിലപ്പോൾ ആയിരിക്കാം അല്ലാതായിരിക്കാം, യേശു ജനിച്ച് കിടത്തിയത് കൊണ്ടായിരിക്കാം ആ തൊട്ടി അവിടെ കൊണ്ടുവന്നേക്ക് വെച്ചേക്കുന്നതെന്നോ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. എനിവേ ആ പശുത്തൊട്ടിയെ കുറിച്ച് നമുക്ക് പിന്നെ പുറകാലെ ഇനി ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനുണ്ട്. അതിനടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം, സെൻസസിന് വേണ്ടി പലരെയും അവിടെ തെരഞ്ഞെടുക്കുവാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ ദൂതൻ വന്ന് അവർക്കൊന്നും പ്രത്യക്ഷപ്പെടാതെ എന്തുകൊണ്ടാണ് ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത്? ഇത് നല്ലൊരു ചോദ്യം. കാരണം അവിടെ വലിയ വലിയ പ്രഭുക്കന്മാർ വന്നിട്ടുണ്ട്, ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഉന്നതന്മാരായിട്ടുള്ളവർ വന്നിട്ടുണ്ട്, അവിടെ പുരോഹിതന്മാർ വേണ്ട മതശ്രേഷ്ഠന്മാർ വന്നിട്ടുണ്ട്, രാജകീയ കുടുംബത്തിലുള്ളവർ വന്നിട്ടുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇതൊന്നും കാണാതെ ഇടയന്മാർക്ക് പ്രത്യക്ഷമായി എന്നുള്ളതാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. ഈ ഇടയനെയും പശുത്തൊട്ടിയും അറിഞ്ഞെങ്കിൽ മാത്രമേ യേശുവിൻ്റെ ജനനത്തിൻ്റെ പ്രത്യേകത മനസ്സിലാകത്തുള്ളൂ. പലപ്പോഴും നമ്മൾ ഈ ആചാരങ്ങളും മര്യാദകളും അതുപോലെ തന്നെ സമ്പ്രദായങ്ങളും കൊണ്ട് നടക്കുന്നവരാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സമ്പ്രദായങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. ഇതാണ് നമ്മൾ ഒഴിഞ്ഞിട്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ തിരിയണം. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ശിഷ്യന്മാരോട് ഈ ഇടയന്മാരോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. അതിന് 8, 9, 10 വാക്യം ഒന്ന് വായിച്ചാണ്. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അരികെ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റുമിന്നി ഭയപരവശരായി തീർന്നു. അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. മതി, അവിടെ മതിയാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗം പിന്നീട് വായിക്കാം. ഇവിടെ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം അവിടെ സർവജനങ്ങളും കൂടിയിടത്ത് പറയാൻ സാധിക്കുമായിരുന്നു ദൈവത്തിന് ദൂതന്മാരെ അയച്ചിട്ട്, പക്ഷെ പറഞ്ഞില്ല. അപ്പൊ അതിൻ്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെയാ മനസ്സിലാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സദൃശവാക്യം 25:2 ഒന്ന് വായിച്ചാട്ട്. സദൃശവാക്യം 25:2. കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. അപ്പം ഇവിടെ കാര്യം മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ ആരാഞ്ഞ് കണ്ടുപിടിക്കേണ്ട ജോലി ആരുടേതാ? ഒന്നുകൂടെ വായിച്ചേ. കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വം. അപ്പൊ കാര്യങ്ങളെ മറച്ചു വെച്ചിരിക്കുകയാണ്. ആരാഞ്ഞ് കണ്ടുപിടിക്കേണ്ടത് ആരുടെ മഹത്വമാണ്? അപ്പൊ നമ്മുടെ ജോലിയാണ് ആരാഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ രഹസ്യങ്ങളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇന്നത്തെ അനേകര് ചെയ്യുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ പുറമേ ഉള്ളിടത്ത് ഞങ്ങളുടെ നാട്ടിൽ വെള്ളം ഒരുപാട്, എൻ്റെ ഫാദറിൻ്റെ കാലത്തുണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ മീനെ പിടിക്കുമായിരുന്നു. ആ കാലയളവിൽ ഞങ്ങളുടെ വീട്ടിൽ എന്നും മീനുണ്ട്, നല്ല ഫ്രഷ് മീനുണ്ട്. കാരണം ഞങ്ങൾ വീടും ആറും തോടും എല്ലാം അടുത്ത് കിടക്കുന്നത്, ഞങ്ങളുടെ പുരയിടത്ത് കൂടെയാണ് തോട് പോകുന്നത്. അപ്പോൾ അവിടെ ചീപ്പും കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഒഴുക്കും, അവിടെ എപ്പോഴും മീൻ കിട്ടും. ഈ കൊക്കും കോലായ എന്ന് പറഞ്ഞ സാധനത്തെ കണ്ടിട്ടുണ്ടോ കർത്താനാസന്? ഈ കൊക്കും കോലായിക്കുള്ളത്, കൊക്കെന്ന് പറയുന്ന സാധനത്തിന് മുള്ളു തീരെ പൊടിയാണ്. അത് ചുമ്മാ തോരൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് വാരി അങ്ങ് തിന്നാം. അതിൻ്റെ മുള്ളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വലിയ അത്യാവശ്യമുള്ള കാര്യം, നല്ല എനർജി തരുന്നതും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം ഈ പൊടി മീനെ പിടിക്കുന്നതിന് വേണ്ടി അധികം വെയിറ്റ് ഇല്ലാത്ത വലയാണ് ഉപയോഗിക്കുന്നത്, കൊക്ക് വല എന്ന് പറയും. അത് അങ്ങോട്ട് വീശിയിട്ട് ഇങ്ങനെ പിടിച്ചിങ്ങ് എടുക്കുക ചെയ്യുന്നത്.
പിന്നെ പള്ളത്തെയും പരലും ഒക്കെ പിടിക്കുന്ന വേറൊരു വലയുണ്ട്, അതിനെക്കാട്ടി ഇച്ചിരി വലുത്. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള വല എൻ്റെ വല്യപ്പച്ചൻ ഉണ്ടാക്കുമായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ അച്ഛന്, എൻ്റെ ഫാദറ് ഇതെല്ലാം വീശുന്ന ഒരാളായിരുന്നു. അപ്പം നമ്മൾ ഈ വീശി പിടിക്കുന്നത് പിന്നെ ആഴത്തിൽ വീശുന്ന വലിയ വല എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊക്കെ വാളെ പിടിക്കാനും വലിയ തൂളിയും അതുപോലുള്ള വലിയ വലിയ മീനെ പിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് ആഴത്തിൽ വീശുന്നതാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന മിക്കവാറും ആൾക്കാർ ചെയ്യുന്ന കൊക്കിനെ വീശുന്ന വല കൊണ്ട് ചെന്നിട്ട് എന്തെങ്കിലും വീശി പിടിച്ചോണ്ടി പോരുക. അതല്ല വേണ്ടിയത്. ആഴത്തിൽ കിടക്കുന്നതിനെ ആരാഞ്ഞ് കണ്ടുപിടിച്ച് പിടിച്ചെടുത്ത് തിന്നേണ്ട ജോലിയാണ് നമുക്കുള്ളത്. അതെ. അതാണ് നമുക്ക് ജീവൻ തരുന്നത്. ഇവിടെ ഈ നമ്മളിപ്പോൾ വായിച്ച ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് വായിച്ച ഇടയന്മാർക്ക് മാത്രം പ്രത്യക്ഷമായി പറയണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക രഹസ്യം അതിനകത്തിൽ അടങ്ങിക്കിടപ്പുണ്ട്. ആ അടങ്ങിക്കിടക്കുന്ന രഹസ്യമാണ് നിങ്ങൾക്ക് കണ്ണുകിടാനായിട്ട് പോകുന്നത്. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി ഞാൻ അനേക പ്രേരണകളിൽ പ്രസംഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇവർക്ക്, എനിക്ക് തോന്നുന്നത് ഇവർക്കാർക്കും ഈ റെവലേഷൻ അല്ല വേണ്ടിയത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കൊക്കും കോലായം പിടിച്ചുകൊണ്ട് തിന്നുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. കൊക്കും കോലായം അഴുക്കാന്നല്ല പറഞ്ഞത്, അത് നല്ലത് തന്നെയാണ്. പക്ഷെ അതിനെക്കാട്ടി ശ്രേഷ്ഠമേറിയത് ആഴത്തിൽ കിടപ്പുണ്ട്. യേശു പത്രോസിനോട് പറഞ്ഞത് നീ ആഴത്തിലേക്ക് വല ഇറക്കാനാണ് പറഞ്ഞത്. എവിടത്തേക്ക്? ആഴത്തിലേക്ക് ഇറക്കേണ്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മേന്മയേറിയത് കിട്ടത്തുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വചനം വായിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് ഇടയന്മാരുടെ അടുക്കലേക്ക് പോകാം. അപ്പം ഇടയന്മാരുടെ അടുക്കല് അവരോട് പറയുന്ന ഒരു വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോണം, കർത്താവിന്റെ ശ്രദ്ധിച്ചോണം. ഞാനത് വായിക്കുന്നു 12-ാമത്തെ വാക്യത്തിൽ, 11-12. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ രക്ഷകൻ ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പൊ ആ പട്ടണം ഏതാണ്? ദാവീദിന്റെ പട്ടണം. അപ്പൊ ദൈവം ദാവീദിന്റെ പട്ടണമായിട്ട് ദാവീദും ദൈവവും തെരഞ്ഞെടുത്തതായിരുന്നു ബേത്ലഹേം എഫ്രാത്ത്. ഓക്കെ, അത് ആരുടെ സ്നേഹത്തെയാണ് കൊണ്ട് കുഴിച്ചിട്ടത്? യാക്കോബ് തന്റെ സ്നേഹത്തെ കൊണ്ട് കുഴിച്ചിട്ട സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ദൂതന്മാരോട് പറയുന്നത് കുറിച്ചോളം 12-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ കാണും എന്ന് പറഞ്ഞു. എന്നിട്ട് അത് താഴെ അതിന് നമ്മൾ വായിക്കുന്നത്, ദൂതന്മാർ വിട്ടുപോയ ശേഷം നാം ബേത്ലഹേമോട് ചെന്ന് ആ കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് മറിയയെയും ജോസഫിനെയും പശുത്തൊട്ടി കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അപ്പോൾ ഇനി നിങ്ങൾ കർത്താവിന്റെ ദാസൻ ഒന്ന് പറഞ്ഞ്, പുൽത്തൊട്ടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ മിക്കവാറും വീടുകളിൽ എന്തോ ഉണ്ട്. കാരണം അവിടെ എല്ലാം പശുവും ആടുവിനെയൊക്കെ വളർത്തുന്നവനാ. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു എല്ലായിടത്തും വീട്ടില്. എന്തിനാ പശുവിനെ ആടിനെ വളർത്തുന്നത്? പാല് കുടിക്കണേ പശു വേണം. അതായിരുന്നു വളർത്തുമൃഗങ്ങളായിരുന്നു അന്നത്തെ കാലത്തെ എന്തോ സമ്പാദ്യം എന്ന് പറയുന്നത്. ആണോ അല്ലയോ? അങ്ങനെയല്ലയോ സാധാരണ രീതിയിൽ? നമ്മുടെ വീടുകളിലും ഒക്കെ തന്നെയായിരുന്നു. കൃഷി പുരയിടും ഇതായിരുന്നു സമ്പാദ്യം എന്ന് പറയുന്നത്. എന്നാൽ അവിടെ അവർക്ക് അഡ്രസ്സ് കൊടുത്തേക്കുന്നത് എങ്ങനെയായിരുന്നു? പശുത്തൊട്ടിയാണ്. ബേത്ലഹേമിൽ പശുത്തൊട്ടി. അപ്പൊ ഇവർക്ക് അറിയാവുന്നത് പശുത്തൊട്ടി മാത്രമേ അറിയത്തുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പശുത്തൊട്ടി എന്ന് പറയുന്ന സാധനം, അല്ലെ മേഞ്ചർ അല്ലെന്നുണ്ടെങ്കിൽ പശുത്തൊട്ടി എന്ന് പറയുന്ന സാധനം, ഇടയന്മാർ യാത്ര ചെയ്ത് ഓരോ സ്ഥലങ്ങളിലും പോകുന്ന ഉടനെ അവർ കൊണ്ട് നടക്കുന്ന ഒരു തൊട്ടിയാണ് പശുത്തൊട്ടി. അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു പശുത്തൊട്ടിയെ കാണത്തുള്ളൂ. ഈ പശുത്തൊട്ടി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരുടെയായാലും ഏതെങ്കിലും കൂട്ടത്തിൽ 10 or 100 ഇടയന്മാർ കാണും. കാരണം അവിടെ എല്ലാവരും വരണമായിരുന്നല്ലോ, എല്ലാ കൂട്ടരും അവിടെ വരണം. അപ്പൊ വരുന്ന കൂട്ടത്തിൽ, കാരണം അവർക്കെല്ലാം സെൻസസ് എടുത്തേ പറ്റുള്ളൂ, വന്ന കൂട്ടത്തിൽ അവരുടെ ആടുകളെയും കളഞ്ഞിട്ട് വരാൻ പറ്റത്തില്ലല്ലോ, അതിനെയും കൊണ്ടാണ് വന്നേക്കുന്നത്. ആ വന്നേക്കുമ്പോൾ അവർക്ക് എപ്പോഴാണ് പശുവോ ആടോ പ്രസവിക്കുന്ന, അല്ല കഴുതയോ എന്തെങ്കിലും പ്രസവിക്കുന്നതെന്നുള്ളവർ അപ്പോൾ ആർക്കും അറിയത്തൊന്നുമില്ല. അപ്പോൾ അവർക്ക് പ്രസവിക്കുന്ന മൃഗങ്ങൾ അത് കടിഞ്ഞൂലാണെന്നുണ്ടെങ്കിൽ ആർക്കുള്ളതാണ്? യഹോവയായ ദൈവത്തിനുള്ളതാണ്. അപ്പൊ ആലയത്തിൽ കൊണ്ട് കൊടുക്കേണ്ടതാണ് കടിഞ്ഞൂലിനെ എല്ലാം. അപ്പൊ അതിനെ വളർത്തുന്ന രീതി സാധാരണ ഉള്ള ആടുകളെ പോലെ അല്ലെന്നുണ്ടെങ്കിൽ പശുക്കിടാങ്ങളെ പോലെ അല്ല വളർത്തേണ്ടത്. അതിനെ സ്പെഷ്യലായിട്ട് ഊനമില്ലാത്തതായി വളർത്തേണ്ട ജോലി ഇടയന്മാർക്കുള്ളതാണ്. കാരണം ഊനമുള്ളതിനെ ദൈവത്തിന് എന്ത് ചെയ്യാൻ കേട്ടിട്ടില്ല? യാഗം അർപ്പിക്കാൻ
പറ്റത്തില്ല. അപ്പം ഈ യാഗമർപ്പിക്കുന്ന മൃഗങ്ങളെ സെപ്പറേറ്റ് ചെയ്താണ് അവർ വളർത്തുന്നത്. മറ്റുള്ള ആടുകളിൽ നിന്നും മറ്റുള്ള പശുക്കളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യും. കാരണം അതിന് പ്രത്യേക അടയാളം വെച്ച് ഇത് ദൈവത്തിൻ്റെതാണ്, അത് ദൈവത്തിന് യാഗമായി തീരാനുള്ള ആടാണ് അല്ല മാടാണ് എന്ന് പറഞ്ഞാണ് അതിനെ വളർത്തുന്നത്. അതിനൊരു സെപ്പറേഷനുണ്ട്. അപ്പം ഇവിടെ ഈ നമ്മൾ ചോദിക്കണം, നമ്മളെ മനുഷ്യ കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങുന്നതിന് 1, 1.5, 2 വയസ്സെടുക്കും അല്ലേ? ആ സമയം ആടിനെയും മാടിനെയും ഒക്കെ അത് ജനിച്ച് വീണാൽ ഉടനെ തന്നെ ഇതുങ്ങൾ ഓടാനും ചാടാനും തുടങ്ങും. അതിങ്ങനെ കുതിച്ച് ചാടുന്നൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന. അതിനെ പിടിച്ചാലൊന്നും കിട്ടത്തൊന്നുമില്ല. അതിനെ കയറ് കൊണ്ടിട്ട് ആരും കിട്ടാറുമില്ല. എൻ്റെ വല്യപ്പച്ചൻ്റെ എൻ്റെ അപ്പച്ചൻ്റെ അച്ഛൻ്റെ കാലത്ത് ഇത് പ്രസവിച്ച് കഴിയുന്ന പറഞ്ഞാൽ 2-3 ദിവസത്തേക്ക് ഇതിനെ ഒന്നും കൊണ്ട് കെട്ടത്തൊന്നുമില്ല. പിന്നെ കഴുത്തേല് ഒരു കയറയില് തുണിയൊക്കെ ചുറ്റി നല്ല സോഫ്റ്റ് ആക്കിയതിന് ശേഷമേ അതുകൊണ്ട് അതിനെ കെട്ടത്തുള്ളൂ. കാരണം ഓടി പോകാതിരിക്കാൻ വേണ്ടി. സോറി. അപ്പൊ ഇനിയും പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഇതിനെ ശീലകൾ കൊണ്ട് ചുറ്റണം. എന്തുകൊണ്ടാ? ശീലകൾ കൊണ്ട് ചുറ്റണം. ഇത് ഓടിപ്പോകരുത്. ശീലകൾ കൊണ്ട് ചുറ്റി ഈ പശുത്തൊട്ടിയിൽ ഇതിനെ കിടത്തണം. കിടത്തിയിട്ട് അതിനോട് എല്ലാ ഇടയന്മാരും ചേർന്ന് എന്ന് പറയുന്നത് എന്താണ്? നീ ദൈവത്തിന് യാഗമാകാനുള്ള യാഗവസ്തുവാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ യേശുവിന് വേറെ വല്ലതും സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ യാഗവസ്തുവായിട്ട് അവിടെ വന്ന് പശുത്തൊട്ടിയിൽ കിടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇത് മനസ്സിലാക്കാനായിട്ട് പുരോഹിതന്മാർക്ക് വല്ലതും അറിയാമോ ഇങ്ങനെ ഒരു പശുത്തൊട്ടി ഉണ്ടെന്നുള്ള വിവരം? ഇല്ല. പ്രഭുക്കന്മാർക്ക് അറിയാമോ? ലോകക്കാർക്ക് അറിയാമോ? ആർക്കും അറിയത്തില്ല. പിന്നെ ആർക്കേ അറിയത്തുള്ളൂ ഇങ്ങനെ ഒരു പശുത്തൊട്ടിയുടെ വിവരം? ഇടയന്മാർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഈ രഹസ്യം. ഇടയന്മാരാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആരുടെ അടുക്കൽ മാത്രമേ ദൂതൻ വന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ? ഇടയന്മാർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഇടയന്മാരുടെ അടുക്കൽ എന്തുകൊണ്ട് വന്നത്? മനസ്സിലാകുന്നവരോടാണ് കർത്താവ് സംസാരിക്കുന്നത്. നിനക്ക് മനസ്സിലാകാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിന്നോട് സംസാരിക്കും. പക്ഷെ ദൈവം സംസാരിക്കുന്നുണ്ട്. പക്ഷെ നിനക്കെന്താ മനസ്സിലാകാത്തത്? നീ ആടുകളെ ഇടയനെ പോലെ ഉള്ളവനാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിന്നോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് പറയുന്നു, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ദൈവപ്രസാദമുള്ളവർക്ക്, അതിൽ ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് എന്താണ്? സമാധാനം. ആർക്കും സമാധാനം? ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക്. അപ്പൊ ദൈവത്തിന്റെ പ്രസാദം കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായിട്ട് മാറണം. ഇനി നോക്കണം, ആ കുഞ്ഞിനോട് പറയുന്നത് എന്താണ്? നീ സർവ്വജനത്തിനും വേണ്ടി യാഗമാകാനുള്ള യാഗവസ്തുവായിട്ടാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത്, ഇതാ സർവ്വ ലോകത്തിന്റെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ സ്നാപകൻ 2 പ്രാവശ്യം വിളിച്ചു പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് വായിക്കാൻ സാധിക്കും. അപ്പൊ ആ കുഞ്ഞാട് ജനിക്കുമ്പോ കിടത്തേണ്ട സ്ഥലമാണ് ഈ പശുത്തൊട്ടി. അവനെ ശീലകൾ ചുറ്റി ഈ പശുത്തൊട്ടിയിൽ കിടത്തണം. ഇതിനെക്കുറിച്ച് അറിയാവുന്ന വിവരമുള്ള ഒരൊറ്റ വ്യക്തികളെ ഉള്ളൂ, കുറച്ച് ആൾക്കാരെ ഉള്ളൂ. അവരാണ് ഇടയന്മാര്. അപ്പൊ എന്തുകൊണ്ടാണ് ഇടയന്മാർക്ക് ദൈവം പ്രത്യക്ഷമായത്, ദൈവത്തിന്റെ ദൂതന്മാർ പ്രത്യക്ഷമായത്? വേറെ ആർക്കും പ്രത്യക്ഷമായാൽ അവർക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലാക്കാൻ കഴിവുള്ളവർ മാത്രമേ അത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ചെവി കൊടുക്കാൻ പഠിക്കണം. ഇന്ന് ദൈവത്തിന്റെ ഒരു പൈതലാണെന്നുണ്ടെങ്കിൽ അവൻ ചെവി കൊടുക്കാൻ പഠിക്കണം. ഇനി ഞാനിവിടെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. 2 കാര്യങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ആഘോഷങ്ങളിൽ നല്ലതാണോ അഴുക്കാണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. എന്റെയും നിന്റെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് ഈ പശുത്തൊട്ടിയിൽ വന്ന് കിടന്നത് അവിടെ വേറെ എങ്ങും സ്ഥലം കൊടുക്കാൻ ദൈവത്തിന് കഴിയാഞ്ഞിട്ടല്ല, അവനൊരു യാഗവസ്തുവായിട്ടാണ് ഈ ഭൂതലത്തിലേക്ക് വന്നത്. അവൻ ഈ ഭൂതലത്തിലേക്ക് പോകുന്നതിന് മുമ്പേ അവനൊരു യാഗവസ്തുവായിട്ട് തന്നെ സ്വയം യാഗമായി തീർന്നിട്ടാണ് അവൻ സ്വർഗാരോഹണം അതിനുശേഷമാണ് പോയത്. ഇനി നമ്മൾ ചിന്തിക്കണം, യേശു ആരായിരുന്നു? ജനിച്ചത് യാഗവസ്തുവായിട്ട്, മരിച്ചത് യാഗമൃഗമായിട്ട് തന്നെ. ആർക്കു വേണ്ടിയായിരുന്നു? എനിക്കും നമുക്കും വേണ്ടി. അപ്പൊ നമ്മൾ ആഘോഷിക്കേണ്ടത് എന്താണ്? കർത്താവേ, നീ എനിക്ക് വേണ്ടി യാഗമായി ഭൂതലത്തിലേക്ക് വന്നു. എനിക്കതിൽ സന്തോഷിക്കാനുണ്ട്, എനിക്ക് ചാടുവാനുണ്ട്.
സ്തോത്രം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 52 അധ്യായത്തിൽ പറയുന്നത് പ്രഭുക്കന്മാരും ജനങ്ങളും ഇത് കേട്ടിട്ട് തുള്ളിച്ചാടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, കരയാനുള്ളതല്ല, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചവർ സന്തോഷിക്കുവാനുള്ളതാണ് ദൈവസന്നിധി. കാരണം അവൻ വന്നത് ഒരു യാഗവസ്തുവായിട്ട് ഈ ഭൂതലത്തിലേക്ക് വന്നുവെന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളില്, ഈ ഡിസംബർ മാസം അവസാന ദിവസങ്ങളില് നമുക്ക് സന്തോഷിക്കാം. എന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി വന്നവൻ ഈ യാഗവസ്തുവായി ഈ മേഞ്ചറിൽ, ഈ പശുത്തൊട്ടിയിൽ വന്ന് കിടന്നത്, ശീലകൾ ചുറ്റി കിടന്നത് ഒരു യാഗവസ്തുവായിരുന്നു എന്റെ പാപത്തെ ചുമക്കുവാൻ. അതുകൊണ്ട് കർത്താവേ, എനിക്ക് സന്തോഷിക്കുവാൻ വകുപ്പുണ്ട്. ഞാൻ നിന്നിൽ സന്തോഷിക്കുന്നു, നിന്നിൽ ആനന്ദിക്കുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് കഴിയട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇനി ഏതെങ്കിലും ചോദ്യം ഉണ്ടോ കർത്താദാസനെ? ഇതിനെ സംബന്ധിച്ച് മറ്റു ചോദ്യമൊന്നും ഇല്ലെങ്കിലും കർത്താദാസന്റെ ദൈവം തന്ന വെളിപ്പാടുകൾ എന്നെ വേറെ നിലയിലേക്ക് മാറ്റുവാനിടയായി തീർന്നു. അതെന്താണ് പറഞ്ഞേട്ടെ? അല്ല, ഞാൻ പല പ്രാവശ്യം ഈ വചനം വായിച്ചു വിട്ടിട്ടുണ്ടെങ്കിലും 25:2 പറഞ്ഞത് കാര്യം മറിച്ചു വെക്കുന്നത് ദൈവത്തിന് മഹത്വം, കാര്യം ആരായുന്ന രാക്കന്മാർക്ക് മഹത്വം. അതൊരു വലിയ ഒരു കാര്യമാണ്. എത്ര പേരത് ശ്രദ്ധിക്കാറും എടുത്തു പറയാറുമുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഗ്രാഹ്യമുണ്ട്, അല്ലെങ്കിൽ ഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. കഴിഞ്ഞ 3 എപ്പിസോഡായി. അതെ, 1ാമത്തെ പ്രസംഗം 2 എപ്പിസോഡ് നമ്മൾ ചെയ്തത് കർത്താവിന്റെ മഹത്വത്തെ കുറിച്ച്. ഇവിടെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇവിടെ ദൈവം നമുക്ക് തന്ന വേറെ വാക്യം എന്ന് പറഞ്ഞാൽ, കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ആരായുന്നത് രാജാക്കന്മാർക്ക് മഹത്വം, രാജാക്കന്മാർക്ക് മഹത്വം. സോ ഈ ഭൂമിയിൽ അനേക പ്രിയപ്പെട്ടവർ, മഹാന്മാരൊക്കെ ജനിച്ചിട്ടുണ്ട്. പക്ഷെ ആളുടെ ജനനത്തെങ്കിൽ സ്വർഗീയ സൈന്യം ഇറങ്ങിയതോ ദൂതന്മാർ ഇറങ്ങിയതോ ദൈവത്തിന് മഹത്വം കരറ്റിയതായിട്ടോ ഒന്നും കാണുന്നില്ല. പക്ഷെ നമ്മൾ രക്ഷിതാവ് ഭൂമിയിൽ ജനിച്ചപ്പോൾ സ്തോത്രം, സ്വർഗീയ സൈന്യം ഇറങ്ങി ദൂതന്മാരോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഇവിടെ വായിക്കുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവപ്രസാദം ഉള്ളവർക്ക് സമാധാനം ലഭിക്കത്തുള്ളൂ. അല്ലാത്തവർ ഇങ്ങനെ പോകത്തേ ഉള്ളൂ. പക്ഷെ ദൈവം എന്റെ ജീവിതത്തിൽ തന്നേക്കുന്ന സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നദി പോലെ ഒഴുകുന്ന സമാധാനമാണ് എനിക്ക്. അല്ല, ഞാൻ മനുഷ്യനിലൊന്നും കർത്താദാസൻ നല്ലതുപോലെ അറിയാം. ഞാൻ ഒരു മനുഷ്യനിലും ആശ്രയിക്കാറില്ല. എന്നെ കണ്ട കാലം മുതൽ കർത്താദാസന് നല്ലോണം മനസ്സിലായി. കാരണം ദൈവത്തിന്റെ വെളിപ്പാടുകളെ ഇപ്പം ഓരോന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇല്ല? ദൈവത്തിന്റെ വെളിപ്പാടുകളെ കണ്ടുപിടിക്കണ്ടേ, അറിയണ്ടേ? അത് ദൈവം തരാതെ പറ്റത്തില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പറയാനുള്ളത്, ദൈവമക്കളെ, നിങ്ങൾ ഈ കർത്താവിനെ പിൻപറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ദൈവപ്രസാദം ലഭിക്കണമെങ്കിൽ, നിങ്ങൾക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ, ഈ രക്ഷിതാവിനെ, ഈ കർത്താവിനെ, യേശുക്രിസ്തുവിനെ നിങ്ങൾ പിൻഗമിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ നിങ്ങൾ കൈക്കൊള്ളേ, അതുപോലെയുള്ള സമാധാനം നിങ്ങൾക്ക് ലഭിക്കാനിടയായി തരും. ഒരു വാക്യം കൂടെ വായിച്ചാട്ട്, അതുകൂടെ 16-ാം സങ്കീർത്തനം ഒന്ന് എടുത്താട്ട്. ഇന്ന് രാവിലെ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ തന്നെ അതിനകത്തിലുണ്ട്. 16-ാം സങ്കീർത്തനം. വിശുദ്ധന്മാരോ അതിന്റെ 1-2 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുക, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. അതെ, യഹോവേ, നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഇന്ന് അത് വിളിച്ചു പറയാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതല്ലേ കർത്താദാസൻ പറയാൻ ആഗ്രഹിച്ചേ? തീർച്ചയായിട്ടും.
പറഞ്ഞാട്ടെ. കൂടെ ഉണ്ട്. അതിന്റെ 4-ാം വാക്യത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആ, അന്യദേവനെ കൈക്കൊള്ളുന്ന വേദനകൾ വർദ്ധിക്കും. praise the Lord. അവരുടെ രക്തപാനീയ ബലികളെ, ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കുകയില്ല, അവരുടെ ആഹാ. ബലികളെ എന്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. Praise the Lord. അന്യദേവനെ ആര് കൈക്കൊള്ളുന്നു അവരുടെ വേദന വർദ്ധിക്കുമെന്ന്. ഉം. അമ്മേൻ. 25-ാം തീയതി ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിനെ ഘോഷിക്കുമ്പോൾ നിങ്ങൾ അന്യദേവനെ കൈക്കൊള്ളുന്നെങ്കിൽ നിങ്ങൾ പിന്മാറുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അമ്മ, നിങ്ങളുടെ വേദന വർദ്ധിക്കത്തേ ഉള്ളൂ. സ്തോത്രം. നിങ്ങൾക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ അവൻ ഈ കർത്താവിനെ നിങ്ങൾ പിൻപറ്റണം. Praise the ഈ Lord. കർത്താവിനെ കർത്താവായി സ്വീകരിക്കണം. അമ്മ, ഈ കർത്താവിനെ നിങ്ങൾ കർത്താവായി സ്വീകരിക്കണം. ആ. ഇതാണ് ഞങ്ങളുടെ ആമേൻ നിങ്ങളോട് പറയുവാനുള്ളത്. അത് അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. ഇതിലുള്ള ഓഹരിയെ അവൻ പരിപാലിക്കുന്നു. ആമേൻ. സ്തോത്രം. നിന്റെ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ നിന്റെ ഓഹരിയെ ദൈവം പരിപാലിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കർത്താവിൻ രക്ഷിതാവുമായ യേശുവിനെ നിന്റെ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിക്കുക. ആ സ്വീകരിച്ചാൽ നിന്റെ ഓഹരിയെ അവൻ പരിപാലിക്കുക തന്നെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. അങ്ങനെ സ്വീകരിക്കുവാൻ തയ്യാറുള്ളവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ ദാസനെ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞാണ്. ആമേൻ. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധാനം എത്ര സന്തോഷമാണ്, അങ്ങയുടെ സന്നിധാനം എത്ര ആനന്ദമാണ്. ഈ ലോകത്തിൽ നിങ്ങൾ മറ്റെവിടെ പോയാലും ഞങ്ങൾക്ക് ലഭിക്കാത്ത സമാധാനവും സന്തോഷവും ഈ അങ്ങയുടെ സന്നിധി ഉള്ളതിനായ സ്തോത്രം. അങ്ങ് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തമാനുമായിരിക്കാൻ സ്തോത്രം. ഇന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് അമ്മയെ വചനങ്ങൾ കൂടി ഞങ്ങളോട് സംസാരിച്ചു. അതിനായി ഞങ്ങളുടെ ദാസൻ അമ്മോൻ ചമ്പാസ്റ്ററിനെ ദൈവം ബലപ്പെടുത്തിയതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. തന്റെ മിനിസ്ട്രിയെ ദൈവമേത്രത്തോളം മാനിച്ചല്ലോ. വീണ്ടും തൃക്കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ അമ്മ എപ്പിസോഡ് മറ്റുള്ളവർക്ക് ചെല്ലുമ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി, അവർക്ക് നന്മയാക്കി, വിടുതലായി തീരട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവസമാധാനം അവരുടെ മേൽ ദൈവം അയക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു.